നമസ്കാരം പ്രിയപ്പെട്ടവരെ, മാജിക് മൈൻഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു റിലേഷൻഷിപ്പ് റീഡിങ് നടത്താം. ഒരു ലവ് സ്നേഹിക്കപ്പെടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. ചിലപ്പോൾ നമുക്ക് പങ്കാളികളെ കുറിച്ച്, ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും നമ്മുടെ ലവേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ എനർജി, സെക്കൻഡ് കാർഡ് നിങ്ങളുടെ പങ്കാളിയുടെ എനർജി, തേർഡ് കാർഡ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് എന്താണ്, നിങ്ങൾ തമ്മിൽ ഒന്നാവാനായിട്ടുള്ള ഒരു ബ്രിഡ്ജ് എന്തായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയുള്ള അട്രാക്ഷൻ ചെയ്യാൻ, നിങ്ങൾ തമ്മിൽ ബന്ധിക്കാനുള്ള ഒരു ബ്രിഡ്ജ് എന്തായാലും. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹയസ്റ്റ് പൊട്ടൻഷ്യൽ, നല്ലൊരു ബന്ധത്തിൽ നല്ലൊരു ദൃഢമായിട്ടുള്ളത്, നല്ല ശക്തമായിട്ടുള്ളത് എന്ത് കാര്യമാണ്, നിങ്ങളുടെ ലോവസ്റ്റ് പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബന്ധത്തിൽ ചില ലോലമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബന്ധത്തിൽ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അതൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഒരു ലക്ഷറി, അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് 9 ഓഫ് കപ്സ്. നിങ്ങളെല്ലാം നേടി, ഒരു ലക്ഷ്യത്തിലേക്ക് നേടി, എല്ലാം കിട്ടി, അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഒരു എനർജി. രണ്ടാമത്തെ എനർജി എന്ന് പറയുകയാണെങ്കിൽ 8 ഓഫ് കപ്സ്. 8 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ എനർജിയാണ്. ഒരു ബന്ധത്തില് നല്ലൊരു വഴിത്തിരിവ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ഒരു പങ്കാളിയുടെ എനർജി എന്ന് പറയുന്നത്. മൂന്നാമത്തെ, നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്ത് കാര്യമാണ്, എന്ത് ബ്രിഡ്ജാണ് നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞൊരു കാർഡ് തന്നെ ഒരു ദൈവികമായ ഒരു സങ്കല്പത്തെ, നല്ലൊരു ശക്തിയും ഉള്ള ഒരു കാർഡാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങൾക്കൊരു ആന്തരിക ജ്ഞാനമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട്, അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ വുമണാണിത്. അങ്ങനെ ഒരു കാണിക്കുന്ന ഒരു കാർഡാണ് ഹൈ പ്രീസ്റ്റസ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്ന ഒരു ദിവ്യമായ ഒരു ബന്ധമാണ്. അതാണ് ഇതിന് മെയിനായിട്ട് ഇതിനെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ തമ്മിലുള്ള ബന്ധം ഒരു ദിവ്യമായ ഒരു ബന്ധമാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു. നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അൺനോൺ ആയിട്ടുള്ള കുറച്ച് പവറുകൾ അതെല്ലാം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഏറ്റവും ശക്തമായ കാര്യം എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുവാണെങ്കിൽ കാലചക്രം മാറുന്നതനുസരിച്ചിട്ട് അപ്സ് ആൻഡ് ഡൗൺസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ, നിങ്ങളുടെ എനർജിയെയും നിങ്ങൾ കണക്ട് ചെയ്യുന്ന ദിവ്യമായ ബ്രിഡ്ജും നിങ്ങൾക്ക് ഉയർച്ചയെ സൂചിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നവർ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകാം, നല്ലൊരു ഗുഡ് ലക്ക് ഉണ്ടാകാം എന്നൊക്കെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധം എന്ന് പറയുന്നത് അതാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് നല്ലൊരു ലക്കുണ്ട് നിങ്ങൾ തമ്മിൽ, അതാണ്. ഇപ്പൊ നിങ്ങൾ ലോലമായ കാര്യങ്ങൾ, ഡെവിൾ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഡെവിൾ എന്ന് പറയുന്ന ഒരു കാർഡില്ല. നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളിലെ നമ്മള് ചില സംഘർഷങ്ങളെന്നൊക്കെ പറയാം. നിങ്ങൾ പരസ്പരം എത്ര മുന്നോട്ട് പോയെന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ പാടുപെടുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ബിഹേവിയർ, ചിലപ്പോൾ നിങ്ങൾക്കുള്ളിലെ ഒരു ഞാനാണ് എന്നുള്ളൊരു ഭാവം ഉണ്ടായിരിക്കും. ആ ഭാവമൊക്കെ എടുത്ത് കളയുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിനകത്ത് പറയുക. ഞാനാണ് എല്ലാം, ഞാനാണ് എന്നെക്കാൾ വലുത്, അങ്ങനെയുള്ള ഇതൊക്കെ എടുത്ത് കളയുക. നിങ്ങളുടെ ബിഹേവിയർ എല്ലാം മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അഡിക്ഷൻ, ഈ ഡെവിൾ എന്ന് പറയുന്നൊരു കാർഡ് നമുക്ക് ചില കാര്യങ്ങളിലേക്ക് അഡിക്ഷൻസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ചിലപ്പം മദ്യപാനം, അങ്ങനെയുള്ള കാർഡൊക്കെ. അപ്പൊ അതിലേക്കൊന്നും പോകാതെ ഇരിക്കുക. അപ്പൊ അതിലേക്കൊക്കെ പോകാതെ നിങ്ങൾക്ക് മറ്റു എനർജികളെല്ലാം നല്ല എനർജിയാണ്. 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ എനർജി, 8 ഓഫ് കപ്സ് ആണ്
നിങ്ങളുടെ പങ്കാളിയുടെ എനർജി. ദ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന ഒരു ദിവ്യ സ്ത്രീയാണ്, നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ദിവ്യത്വം ഉണ്ട്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നൊരു കാർഡുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഭാഗ്യം, നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ലക്കാണ് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്നൊക്കെയാണ് ഈ കാർഡുകൾ നിങ്ങളെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഡെവിൾ എന്നൊരു കാർഡാണ് നിങ്ങളുടെ നെഗറ്റീവായിട്ടെന്ന് പറഞ്ഞ് പറയാനായിട്ടുള്ളത്. നെഗറ്റീവ് എന്ന് പറയുവാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ ഒരു മറ്റ് ലഹരികളിലേക്ക് പോകാണ്ടിരിക്കുക. ഞാനാണ് വലുത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അത് മാറ്റുക. എല്ലാ കാര്യങ്ങളും ബാക്കിയെല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ നടന്നോളും എന്നാണ് ടാരോ യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്നത്.